ഇല്ല, രാജാവിനുണ്ട്. അതെ, ഇവിടെ LDF സാധാരണ LDF എന്ന രാജാവ് മഹാരാജാവ് ഭരിക്കും. LDF വരും, എല്ലാം ശരിയാകും. പ്രജകളെ അവർക്ക് പ്രശ്നമേ അല്ല. അവര് പൗരപ്രമുഖരെയാണ് കണ്ടു നടക്കുന്നത്. കേരളീയം, നവകേരള സദസ്, മുഖാമുഖം ഇങ്ങനെയുള്ള മിമിക്രികളുമായിട്ട് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ദേശാടന പക്ഷിയെ പോലെ പറന്നു നടക്കുന്നത്. ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം. ഇവിടെ ഇർഷാദ് പറയുകയാണ് 100 പേർ സെക്രട്ടേറിയറ്റിലുണ്ടെങ്കിൽ 40 പേർക്കേ കിട്ടിയിട്ടുള്ളൂ സാർ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അയ്യോ, ഒരു മിമിക്രിക്കാരെ രക്ഷിക്കാൻ വേണ്ടി വേണു ഇത്രയും കഷ്ടപ്പെടരുത് കേട്ടോ. ഇവിടെ നിന്നി തൊള്ളയിട്ട കളിക്കരുത് നീ. ഞാൻ ആ മിമിക്രിക്കാര് പറഞ്ഞ എന്താണ്? കേരളീയ മിമിക്രിയാണ്. പിന്നെ മിമിക്രിക്കാര് പറയുന്നത് ഈ കേരളത്തിൽ മുഖ്യമന്ത്രി എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. ഒരു പ്രൊഫസറെ കുറിച്ച് തന്റെ പാർട്ടിയുടെയും കഴിവില്ലായ്മ കൊണ്ട് പ്രൊഫസർ കാര്യം പറയുമ്പോ ഇവനെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടന്നവരാണ് നമ്മുടെ നാട്ടിലെ പല മന്ത്രിമാരും MLA-മാരും ഒക്കെ. നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് ഓരോ ദിവസം പ്രസംഗിക്കുമല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട മേയർ ജോർജിനോട് ചോദിക്കാം, 13,000 ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. കേരളത്തില് ഞാൻ പറയട്ടെ സാർ, വണ്ടി എടുക്കട്ടെ മോളെ. മോശം വാക്ക് പറഞ്ഞതിന്റെ പേരിൽ മേരി ടീച്ചർ മറുപടി പറയട്ടെ. അനിൽകുമാറെ, അതല്ലേ മര്യാദ? മര്യാദ കാണിക്കണം കേട്ടോ. ഈ പുണ്യഭൂമി എന്നൊക്കെ പറയുന്നത് മിമിക്രി അല്ലെങ്കിൽ എന്താണ് മിസ്റ്റർ? സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. വായി മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാ മതി. ഒരു പരിപാടി മിമിക്രിയാണെന്നൊരു കൂലിത്തലിന് ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ അത് സാമ്പത്തിക വൈദഗ്ധ്യമല്ല. അയ്യോ, നിങ്ങളുടെ രാഷ്ട്രീയമാണ്. ഞങ്ങളുടെ പാർട്ടി, നിന്റെ ഈ പാർട്ടി ഉണ്ടല്ലോ, അത് എന്റെ പാർട്ടി എടുത്തൊരു കാലത്ത് അറിയോ നിനക്ക്? 7 മാസമായിട്ട് അവർക്ക് വായിലിടാനുള്ള അരിയില്ല. വയസ്സായ അമ്മയ്ക്ക് കുഴമ്പ് ഉരട്ടി കുളിക്കാനുള്ള കാശെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്നുണ്ട്. ഇയാള് പറയണത് ആർക്ക് കേൾക്കണം? ഈ മണ്ടത്തരം വിളിച്ചു പറയണൊക്കെ ആര് കേൾക്കാനിരിക്കുന്നു? നീ എന്നെ കൂടുതൽ എന്ന്. പക്ഷെ UDF ഭരിച്ച കാലത്ത് ഒരിക്കലും ശമ്പളമോ പെൻഷനോ ഒന്നും മുടങ്ങിയിട്ടില്ല. കേരളം കടക്കണിയിൽ, അതായത് നമ്മുടെ അയൽ സംസ്ഥാനമായ ശ്രീലങ്ക പോയതുപോലെ കടക്കണിയിൽ പോകുമായിരുന്നു. തന്ത്രങ്ങൾ മൂലം കേരളത്തിൽ ഇപ്പോൾ ഇതിനകം പ്രസിഡൻസി ഭരണം വരുമായിരുന്നു. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട്. രൂക്ഷമായ ധനപ്രതിസന്ധിയാണ്. സുഹൃത്തുക്കളെ, ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. LDF വരും, എല്ലാം ശരിയാകും. എനിക്കെല്ലാമായി തൃപ്തിയായി.